ആറ്റിങ്ങലിൽ പേരക്കുട്ടിയെയും മുത്തശ്ശിയെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ വിധി ഇന്ന്. ആറ്റിങ്ങൽ സ്വദേശിനി ഓമനയെയും പേരക്കുട്ടി 3.5 വയസ്സുള്ള സ്വസ്തികയെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ടെക്നോ പാർക്കിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിരുന്ന നിനോ മാത്യുവാണ് ഒന്നാം പ്രതി. സ്വസ്തികയുടെ അമ്മ അനുശാന്തിയാണ് മറ്റൊരു പ്രതി. അനുശാന്തിയുടെ കാമുകനായ നിനോ മാത്യു ഇരുവർക്കും ഒന്നിച്ച് താമസിക്കാൻ കൊല നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ വാദം. റഷീദ് ചേരുന്നു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. റഹീസ്, എപ്പോഴാകും കോടതി കേസ് പരിഗണിക്കുക? എന്താണ് വിവരങ്ങൾ? സൈഫുദ്ദീൻ, 11 മണിക്കായിരിക്കും കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിന്റെ കോടതി നടപടികൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിക്കുക. കേസിൽ 2 പ്രതികളാണുള്ളത്. ഒന്നാം പ്രതി രണ്ടുപേരും ടെക്നോ പാർക്കിലെ ജീവനക്കാരായിരുന്നു. നിനോ മാത്യുവിന്റെ കാമുകി അനുശാന്തിയുമാണ് കേസിലെ 1ഉം 2ഉം പ്രതികൾ. അനുശാന്തിയെ സ്വന്തമാക്കുന്നതിനു വേണ്ടി അനുശാന്തിയുടെ ഭർത്താവിന്റെ അമ്മ ഓമനയെയും 3.5 വയസ്സുകാരി മകൾ സ്വാസ്തികയും വെട്ടിക്കൊലപ്പെടുത്തി എന്നതാണ് കേസ്. അനുശാന്തിയുടെ ഭർത്താവ് ലതീഷിനെ ഒളിഞ്ഞിരുന്ന് വെട്ടിയെങ്കിലും ചെവിക്ക് പരിക്കേറ്റ് അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. ഓമനയുടെ വീട്ടിലെത്തി ലതീഷിന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞാണ് പട്ടാപ്പകൽ 2014 ഏപ്രിൽ 16 പട്ടാപ്പകൽ വീട്ടിൽ ലതീഷ് എത്തിയത്. അതിനുശേഷം വെള്ളം വേണമെന്നാവശ്യപ്പെട്ട് ഓമന വെള്ളമെടുക്കാൻ പോയപ്പോൾ പുറകിൽ നിന്ന് വെട്ടി വീഴ്ത്തുകയായിരുന്നു. തൊട്ടപ്പുറത്തുണ്ടായിരുന്ന അനുശാന്തിയുടെ 3.5 വയസ്സുള്ള മകൾ സ്വാസ്തികയും വെട്ടിക്കൊലപ്പെടുത്തി. അതിനുശേഷം ഇവരുടെ മൃതദേഹത്തിന് അരികിൽ അരമണിക്കൂറോളം പ്രതിയിരുന്നു. ലതീഷ് വീട്ടിൽ കയറി വരുന്ന സമയത്ത് കതകിന്റെ പിന്നിൽ മറിഞ്ഞിരുന്ന് ലതീഷിനെയും ആഞ്ഞുവെട്ടി. പക്ഷേ ലതീഷ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അതിനുശേഷം ലതീഷ് ഉച്ചത്തിൽ അലറിയപ്പോൾ പ്രതി നിനോ മാത്യു വീടിന്റെ പുറകിലൂടെ ഇറങ്ങി ഓടുകയായിരുന്നു. അന്ന് രാത്രി തന്നെ നിനോ മാത്യുയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിനോ മാത്യുവിനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അനുശാന്തിയെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇതാണ് കേസ്. 5 മാസമായിരുന്നു കേസിന്റെ വിചാരണ നടപടികൾ നീണ്ടുനിന്നത്. 85 രേഖകളും 41 തൊണ്ടി മുതലും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. 84 സാക്ഷികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ മൊഴി നൽകിയത്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിൽ കോടതി ഇന്ന് വിധി പറയും. വിശദാംശങ്ങളാണ് റഷീദ് നൽകിയത്.